മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 48-ാമത്തെ വാക്യം, സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 10 വേഴ്സ് 48, നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. സ്വന്തമായ അഭിപ്രായവും അതിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ധൈര്യവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം വിജയിക്കൂ. ഈശോ ജെറിക്കോ പട്ടണത്തിലെത്തിയ വാർത്ത ബർത്തിമേയുസ് എന്ന കുരുടൻ അറിഞ്ഞു. അവൻ ഉച്ചത്തിൽ വിളിച്ച്, ദാവീദിന്റെ പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിച്ചു. പൊതുജനം അതിഷ്ടപ്പെടാതെ മിണ്ടാതിരിക്കാൻ അവനോട് ആവശ്യപ്പെട്ടു. അവരെ അവഗണിച്ചുകൊണ്ട് അവൻ അധികം ഉറക്കെ വിളി തുടർന്നു. ഇത് കേട്ട ഈശോ അവനെ വിളിക്കുവാൻ കൽപ്പിച്ചു. ഉടനെ ജനങ്ങളുടെ അഭിപ്രായം മാറി. അവർ അവനോട്, ധൈര്യപ്പെടുക, എഴുന്നേൽക്കൂ, ഗുരു നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഈശോയുടെ അരികിൽ ചെന്ന് കാഴ്ച പ്രാപിച്ചു. അതിവേഗം അഭിപ്രായം മാറ്റിയ പൊതുജനത്തെയാണ് ഇവിടെ കാണുന്നത്. പൊതുജനത്തിന്റെ തൃപ്തി നോക്കി സ്വന്തം ബോധ്യത്തിന് വിപരീതമായി പ്രവർത്തിച്ചിട്ടുള്ളവർ ജീവിതത്തിൽ ഒന്നും സ്ഥായിയായി നേടിയിട്ടില്ല. ബർത്തിമേയുസ് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് വഴങ്ങാതെ സ്വന്തം ബോധ്യത്തിന് അനുസരണമായി പ്രവർത്തിച്ചത് അനുഗ്രഹം ലഭിക്കുവാൻ കാരണമായി. മറ്റുള്ളവരെ ശങ്കിച്ച് അപരാധങ്ങൾ പ്രവർത്തിച്ച പല സംഭവങ്ങളുണ്ട്. ഹെരോദോസ് വിരുന്നുകാരെയും ആണയും വിചാരിച്ച് യോഹന്നാനെ വധിച്ചു. പീലാത്തോസ് യഹൂദന്മാരെ ഭയപ്പെട്ട് യേശുവിനെ കൊലയ്ക്ക് വിധിച്ചു. പ്രാർത്ഥനയോടെ ആലോചിച്ച് സ്വന്തം അഭിപ്രായം രൂപപ്പെടുത്തി അതിൽ ഉറച്ചു നിൽക്കുന്നവന് മാത്രമേ എന്തെങ്കിലും കാര്യമായി പ്രവർത്തിക്കുവാൻ സാധിക്കൂ. മനുഷ്യരുടെ മുഖം നോക്കാതെ അവരവരുടെ ഉത്തമ ബോധ്യം അംഗീകരിക്കണം. പൊതുജനങ്ങളുടെ നിർബന്ധത്തിനും ഭീഷണിക്കും വഴങ്ങാതെ സ്വന്തം വിശ്വാസത്തിലും ബോധ്യത്തിലും ഉറച്ചു നിന്ന് പ്രവർത്തിച്ചാൽ നാം ഒരിക്കലും പരാജയപ്പെടുകയില്ല. നാം നമ്മുടെ ബോധ്യമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക. അപ്പോൾ എതിർത്തവർ അനുകൂലികളാവും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.